ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് വന്നത്. ഉമ്മച്ചിക്ക് യൂറിൻ ഇൻഫെക്ഷനായിട്ടും അതേപോലെ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഇന്ന് ഉമ്മാനെ കാണാനും പോകണം, അതേപോലെ വീട്ടിലെ കുറച്ച് പണികളുടെ വീഡിയോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ദാ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ ദാ ഏകദേശം ടൈം ഒരു 8 മണി 8:15 ആയിട്ടുണ്ട്. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു 6 മണി 6:30 ആ ഒരു ടൈം ആയ പോലെയാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യണത്. അങ്ങനെ ദാ രാവിലെ തന്നെ ഞാൻ കുറച്ച് അലക്കാണ്ടായിരുന്നു. മോൻ്റെ കുറച്ച് തുണികൾ അലക്കാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി ആറിടുകയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന തുണികളൊക്കെ ഇന്നലെ ഈവനിങ് ഇട്ട തുണികളാണ്. അങ്ങനെ ദാ മഞ്ഞ് കാരണം തുണികളൊക്കെ ഒന്നും കൂടി നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ദാ അലക്കാനുള്ളതൊക്കെ അലക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വലിയമ്മ ദാ ഓട്ടട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉമ്മ ഇല്ലാത്തതുകൊണ്ട് വലിയമ്മ ദാ ഓട്ടട ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പച്ചി ഇതാ കറീൻ്റെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓട്ടടയും അതേപോലെ തന്നെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളക്കടല അത് വെച്ചിട്ട് കറി ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ വന്നിട്ട് വേഗം അടിച്ചു വാരി ബാക്കിയുള്ള പണി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ അടിച്ചു വരാൻ വന്നിക്കുകയാണ്. അങ്ങനെ അതാ അടിച്ചു വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതാ മോൻ എണീറ്റിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മോൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് അവിടെ തന്നെ ഇരുന്ന് കളിക്കുകയായിരുന്നു മോൻ്റെ ഒപ്പം. മോന് ഞാൻ പിന്നെ ഉപ്പച്ചീൻ്റെ കൈ കൊടുത്തിരിക്കുന്നു. ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പച്ചീൻ്റെ കൈ കൊടുത്ത് എന്നിട്ട് ബാക്കിയുള്ളത് അടിച്ചു വാരിയായിരുന്നു. അങ്ങനെ ദാ ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് പണികളൊക്കെ വേഗം തീരുന്നുണ്ട്. അങ്ങനെ ദാ അകമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടുക്കളയും കൂടി അടിച്ചു വാരിടാമെന്ന് വിചാരിച്ച്. ഏകദേശം പോകാൻ ടൈമായിട്ടുണ്ട് ഉമ്മച്ചീൻ്റെ അടുത്തേക്ക്. അപ്പോൾ ദാ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം വേഗം പോകാനെന്ന് വിചാരിച്ചിട്ട് വേഗം അടുക്കളയും കൂടി ഒന്ന് വേഗം അടിച്ചു വാരിയിടുകയാണ്. അപ്പോൾ അതാ വലിയമ്മ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോവാണ്. അങ്ങനെ ഇതാ നല്ല അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട്. എല്ലാ നാട്ടിലും ഓട്ടട തന്നെയാണോ പറയാമെന്നറിയില്ല, ഇവിടെ എന്തായാലും ഓട്ടട എന്നാണ് പറയൽ. അതേപോലെ ഇതാ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഇതാ മോന് ടി വിയിൽ നോക്കിയിട്ട് ന്യൂസ് കണ്ടിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ടി വിയിൽ നോക്കും, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കളിക്കും, അങ്ങനെയാണ്. അങ്ങനെ മോൻ്റെ കളിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ന്യൂസൊക്കെ കണ്ട് ഇങ്ങനെ ചായ കുടിക്കുമായിരുന്നു. അങ്ങനെ ദാ ഞങ്ങൾ ചായ കൂടി തുടങ്ങിയപ്പോൾ ദാ മോൻ തുടങ്ങി എന്നെ പിടിച്ച് വലിക്കാൻ. ഞാൻ എപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണെങ്കിലും ഇപ്പം അതാണ് മെയിൻ പരിപാടി. പിടിച്ച് ഇങ്ങനെ എൻ്റെ മേത്ത് നിൽക്കും, എന്നിട്ട് 2-3 ഉരുള ഇങ്ങനെ വാങ്ങി കഴിച്ചിട്ട് പോവും, പിന്നെയും വരും. അതാണ് മെയിൻ പരിപാടി. അങ്ങനെ ദാ എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മോൻക്ക് റാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ തണുത്ത് കഴിഞ്ഞിട്ട് മോൻക്ക് അതൊക്കെ കൊടുത്ത് അങ്ങനെ ആ മോനെ കുളിയൊക്കെ കഴിഞ്ഞ് ഉപ്പച്ചി ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോനെ ഉപ്പച്ചീൻ്റെ അടുത്ത് ആക്കിയിട്ട് ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന്. അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ മോനക്കൊരു ക്ഷമയല്ല കേട്ടോ, വേഗം വണ്ടി എടുത്ത് പോകാമെന്നുള്ള മൈൻഡാണ്. അങ്ങനെ അതാ മോന് വല്യമ്മക്കും അനിയൻക്കൊക്കെ ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ ദാ ഞങ്ങൾ പോയിങ്ങോട്ട് നിൽക്കുമ്പോൾ മോന് ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഏകദേശം പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം ഞങ്ങൾ ടൗണിലേക്കാണ് പോയത് 2 കരിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഉമ്മച്ചിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് കരിക്ക് കുടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് 2 മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ദാ കരിക്കൊക്കെ മേടിച്ച് ഉപ്പച്ചി വണ്ടി അപ്പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വന്ന് ഞങ്ങളിതാ നേരെ ഹോസ്പിറ്റലിൽ എത്താനായി. ഹോസ്പിറ്റലിൻ്റെ ചുറ്റിനും മൊത്തം തേയിലത്തോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ അത്. പിന്നെ ദാ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സൗണ്ടൊന്നുമില്ല, എല്ലാവരും കാമായി കൂളായിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ടിലേക്ക് വന്ന് ഒരു 4-5 ദിവസത്തെ സ്റ്റേ ഒക്കെ എടുത്ത് അങ്ങനെ പോകുന്നൊരു ഫീലാണ് ഇവിടെ വന്നാൽ. അങ്ങനെ ദാ ഞങ്ങൾ ഉമ്മച്ചീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉമ്മച്ചി നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ദാ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ വേഗം തലയിൽ കൂടെ പുതപ്പ് മൂടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ദാ പിന്നെ ഞങ്ങളവിടെ എത്തിയതിൻ്റെ ശേഷം അലിമോൻ ദാ ഉമ്മച്ചീൻ്റെ അടുത്ത് നല്ല കളി തുടങ്ങിയിട്ടുണ്ട്. ഉമ്മച്ചീൻ്റെ കയ്യിലുള്ളൊരു മിഠായും മേടിച്ച് അങ്ങനെ ഉമ്മച്ചീൻ്റെ ഒപ്പം തന്നെ ഇരിക്കുകയാണ്. ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു പരിചയക്കുറവുണ്ട്,
2 ദിവസം കാണാത്തതിൻ്റെ കുറവാണ് തോന്നുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ ഉമ്മച്ചിക്ക് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോയി അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾ കഴിച്ച ഓട്ടടയും അതേപോലെ കടലക്കറിയാണ് രാവിലത്തെ ഫുഡായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ യുവൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ അപ്പം തന്നെ അയച്ചിട്ട് കൊടുത്ത്. കാരണം വെള്ളം ഇട്ട് വന്നിട്ട് ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ അവൻ ഓറഞ്ച് വേണം ഇതിനൊക്കെ കരയായിരുന്നു. അപ്പം ഞാൻ വേഗം ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ട് ആൾക്ക് കൈ കൊടുത്തുകയാണ്. അങ്ങനെ ഇതാ ഓൻ ഓരോ മിഠായി കഴിക്കുന്നുണ്ട്. ഉമ്മച്ചി അതിങ്ങനെ പൊളിച്ചു കൊടുത്തിട്ട് മിഠായി ഇങ്ങനെ കൊടുക്കുകയായിരുന്നു. അങ്ങനെ മിഠായിയൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഓൻ്റെ കരച്ചിലൊക്കെ മാറി ഇതാ ചിരിയായിട്ടുണ്ട്. അങ്ങനെ ഇതാ മിഠായി 2 ഈമ്പിട്ട് അവിടെ ഇട്ടിട്ട് അടുത്ത ഇതാ നുറുക്കില്ലേ അതെടുത്തിട്ടുണ്ട് കയ്യിൽ. അങ്ങനെ ഇതാ നുറുക്ക് കുറച്ച് നേരം ഈമ്പി കഴിഞ്ഞപ്പോഴാണ് ഓൻ കണ്ടത് ഓൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ജനൽ കേട്ടോ. എവിടെ ജനൽ കണ്ടാലും അവിടെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം പിടിച്ച് നിന്ന് കളിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ ഉപ്പച്ചി കരിക്ക് പൊട്ടിച്ചിട്ട് മോനക്ക് ഇങ്ങനെ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ സ്ട്രോ വെച്ച് കുടിക്കുമായിരുന്നു ഓന്. ഇപ്പോൾ അതാ സ്ട്രോ കണ്ടപ്പോൾ കടിക്കുകയാണ്. ആദ്യം നമ്മൾ ലിച്ചി അങ്ങനത്തെ ഫ്രൂട്ടീൻ്റെ അതൊക്കെ സ്ട്രോ ഇട്ട് ഞാൻ കൊടുത്തപ്പോൾ അങ്ങനെ കടിച്ചു കണ്ടല്ല ഈമ്പുമായിരുന്നു കേട്ടോ ഓന്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ കടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഞാൻ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഇവൻ കരഞ്ഞ് കുറുമ്പാക്കിയിട്ട് അടുത്ത നേഴ്സുമാരും പറഞ്ഞ് പിന്നെ പനിയുള്ള വാർഡിൽ മോനെ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഉമ്മച്ചിക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ ഉറങ്ങി. മടി കിടന്നിട്ട് തന്നെ മോൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോനക്ക് നല്ല ഉറക്കം വന്ന കുറുമ്പാണത്. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് നെടുമ്പാലെത്തിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്കും മോൻ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മോനെ ഞാൻ തൊട്ടിയിൽ കിടത്തി ഫാനൊക്കെ ഇട്ട് കൊടുത്ത് മോൻ അങ്ങനെ നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. അങ്ങനെ ഇതാ മോനെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ ഇനി ബാക്കിയുള്ള പണികൾ ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. കാരണം ഇനി ഫുഡ് വെക്കാണ്ട് അതേപോലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അങ്ങനെ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.